Hi viewers, I'm Jeniji. Today we are going to learn the different uses of present continuous tense. In the last episode, you have learned one use of present continuous tense. That is, what is happening now, right now. ഇപ്പോൾ എന്തൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ present continuous ഉപയോഗിക്കുന്ന നമ്മൾ കണ്ടു. അങ്ങനെയാണ് നമ്മൾ I am speaking and you are listening തുടങ്ങിയ സെന്റൻസുകൾ പഠിച്ചത്. And what is the second use of present continuous tense? You are engaged in something. You are engaged. നിങ്ങൾ എന്തോ ഒരു ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്ന് പറയാനാണ്. You started but not completed. തുടങ്ങിയിട്ടുണ്ട് പക്ഷെ തീർന്നിട്ടില്ല. For example, an actor. He comes to your home. അയാൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ അയാളോട് ചോദിക്കും എന്തൊക്കെയാണ് ഇപ്പോൾ പരിപാടി, എന്തൊക്കെയാണ് നമ്മൾ ചോദിക്കാം. വാട്ട് ആർ യുവർ പ്ലാൻസ്, വാട്ട് ആർ യുവർ പ്രോഗ്രാംസ്. ഐ ആം ആക്ടിങ് ഇൻ എ ന്യൂ ഫിലിം. ഐ ആം ആക്ടിങ് ഇൻ എ ന്യൂ ഫിലിം എന്നാണ് അയാളുടെ മറുപടി ഇംഗ്ലീഷിൽ വരിക. എന്താ അതിൻ്റെ അർത്ഥം? അയാൾ നമ്മുടെ വീട്ടിൽ വന്ന സമയത്ത് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയല്ല, ആ സമയത്ത് ആക്ട് ചെയ്യുന്നില്ല. പക്ഷേ അയാൾ ആ ഒരു പുതിയ സിനിമയിൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ അഭിനയം അത് തീർന്നിട്ടില്ല, ആ ജോലി തീർന്നിട്ടില്ല. ഐ ആം ആക്ടിങ് ഇൻ എ ന്യൂ ഫിലിം. ഇപ്പോൾ ഒരു കഥാകൃത്താണ് വരുന്നതെങ്കിൽ ഐ ആം റൈറ്റിംഗ് എ ന്യൂ നോവൽ ഓർ ഐ ആം റൈറ്റിംഗ് എ ന്യൂ സ്റ്റോറി. ഞാനൊരു പുതിയ കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഞാനൊരു പുതിയ നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഹീ ഈസ് എൻഗേജ്ഡ്, അയാൾ അത് ഏർപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പറയുന്ന നിമിഷത്തിൽ അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഉപയോഗം. ഒരു ഫിലിം ഡയറക്ടർ ആണെങ്കിൽ എന്താ പറയാം? ഐ ആം ഷൂട്ടിംഗ് ഓർ ഐ ആം ഡയറക്റ്റിംഗ് എ ന്യൂ ഫിലിം. ഞാനൊരു പുതിയ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം പറയുന്ന നിമിഷത്തിൽ സംഭവിക്കുന്നില്ല, പക്ഷേ അദ്ദേഹം ആ വ്യക്തി ആ ഒരു പ്രത്യേക ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. എൻഗേജ്ഡ് എന്ന് പറയാനും ഇതേ ടെൻസ് ഉപയോഗിക്കും. അതുപോലെ തന്നെ എ പ്ലാൻഡ് ഫ്യൂച്ചർ ആക്ഷൻ, അതായത് ഭാവിയെക്കുറിച്ച് പറയാൻ അത് പ്ലാൻഡ് ആണ്, നേരത്തെ അത് നിശ്ചയിച്ചുറച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്, ബാഗൊക്കെ തൂക്കി പോകുമ്പം നിങ്ങളുടെ സുഹൃത്ത് എതിരെ വരികയാണെങ്കിൽ ചോദിക്കും, വെർ ആർ യു ഗോയിങ്? ഐ ആം ഗോയിങ് ടു മൈസൂർ. നിങ്ങൾ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ മൈസൂർ പോവാണ്. അതെപ്പോഴാണ്? റൈറ്റ് നൗ, ഈ നിമിഷത്തിലാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ ബാഗൊക്കെ കണ്ടുകൊണ്ടാണ് അയാൾ ചോദിച്ചത്. അപ്പോൾ നിങ്ങൾ പറയും ഐ ആം ഗോയിങ് ടു മൈസൂർ. അതേസമയം ഐ ആം ഗോയിങ് ടു മൈസൂർ ടുമോറോ, അതെപ്പോഴാണ് പറയുക? നിങ്ങൾ ആ സമയത്ത് പോകുന്നില്ല. നിങ്ങളുടെ ഒരു പ്ലാൻഡ് പ്രോഗ്രാം നിങ്ങളുടെ സുഹൃത്തിനോട് പറയാണ്, നാളെ, ഓക്കെ, ടുമോറോ ആണ്, അതിപ്പോഴല്ല, ടുമോറോ, നാളെ, ഫ്യൂച്ചറാണ്. നാളെ ഞാൻ മൈസൂർ പോവുകയാണ്, അല്ലെങ്കിൽ നാളെ ഞാൻ മൈസൂരിൽ പോകുന്നുണ്ട് എന്നൊക്കെ വേണമെങ്കിൽ മലയാളത്തിൽ അർത്ഥം കൊടുക്കാം. നാളെ ഞാൻ മൈസൂർ പോകുന്നുണ്ട് കേട്ടോ, നാളെ ഞാൻ മൈസൂർ പോവുകയാണ് കേട്ടോ എന്നൊക്കെ പറയാനും ഇതേ ടെൻസ്. ഐ ആം ഗോയിങ് ടു മൈസൂർ ടുമോറോ. ഐ ആം റിസൈനിങ് നെക്സ്റ്റ് വീക്ക്. ഞാൻ അടുത്ത ആഴ്ച രാജിവെക്കുകയാണ്. അതായത് ഞാൻ ഇപ്പോഴേ തീരുമാനിച്ചിട്ടുണ്ട്, പക്ഷെ അത് ഫ്യൂച്ചറിലാണ്. ഐ ആം ഗെറ്റിംഗ് മാരീഡ് നെക്സ്റ്റ് മന്ത്. ഞാൻ അടുത്ത മാസം വിവാഹിതനാവുകയാണ്. അപ്പോൾ അതും ഫ്യൂച്ചറാണ്. അപ്പോൾ ആ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് ടുമോറോ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ എന്നൊക്കെയുള്ളത് വരും. അവിടെ വരാനിരിക്കുന്ന ഒരു സംഭവം അത് പ്ലാൻഡ് ആണ്, നേരത്തെ നിശ്ചയിച്ചുറച്ച. ഇത് പറയാനും ഈ ടെൻസ്. അതുപോലെ ഈ ടെൻസിന് ഒരു ഉപയോഗം കൂടിയുണ്ട്. ദാറ്റ് ഈസ് യു ആർ ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ്. നിങ്ങൾക്ക് ചില സമയത്ത് ചിലവരുടെ പ്രവൃത്തി കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇറിറ്റേഷൻ, അതിനോടൊരു നീരസം വരും. അപ്പോഴും ഈ ടെൻസാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു അമ്മ മകനെക്കുറിച്ചുള്ള പരാതിയാണ്. സി മൈ സൺ ഈസ് ഓൾവേസ് പ്ലേയിങ്. ആ പ്രയോഗം നോക്ക്, മൈ സൺ ഈസ് ഓൾവേസ്. ഓൾവേസ് എന്നൊരു വാക്ക് അവിടെ വേണം. എപ്പോൾ നോക്കിയാലും അവന് കളിയാണ്, അവന് പഠിക്കുക എന്നുള്ളൊരു വിചാരമില്ല, പഠിത്തമില്ല, അവന് എപ്പോഴും കളിയാണ്. അപ്പോൾ അമ്മ ഒരു പരാതി, കംപ്ലൈൻറ്റ് പറയാണ്, മൈ സൺ ഈസ് ഓൾവേസ് പ്ലേയിങ്. ഇനി മകളെക്കുറിച്ചാണെങ്കിലോ, മൈ ഡോട്ടർ ഈസ് ഓൾവേസ് ഡാൻസിങ്. അവൾക്ക് പഠിക്കുക എന്നുള്ള ഒരു വിചാരമില്ല, അവൾക്ക് എപ്പോൾ നോക്കിയാലും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. മൈ ഡോട്ടർ ഈസ് ഓൾവേസ് ഡാൻസിങ്. പക്ഷേ ഇവിടെ പറയുകയാണ്, അമ്മ പറയാണ്, മൈ സൺ പ്ലേസ് വെൽ. അത് പ്രസൻറ്റ് സിമ്പിളാണെന്ന് നിങ്ങൾക്കറിയാം. മൈ സൺ പ്ലേസ് വെൽ, അതൊരു കോംപ്ലിമെൻ്റാണ്, അവന് കൊടുക്കുന്ന ഒരു അംഗീകാരമാണ്. എന്താണ്? അതൊരു പ്രോത്സാഹനത്തോടു കൂടി പറയുകയാണ്, ഇഷ്ടപ്പെട്ടിട്ട് പറയാണ്, മൈ സൺ പ്ലേസ് വെൽ. എൻ്റെ മകൻ നന്നായിട്ട് കളിക്കൂട്ടോ. അത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസ്, അത് കോംപ്ലിമെൻ്റ് ആണ്. അവനെ ശരിക്കും പ്രോത്സാഹിപ്പിക്കുകയാണ്, ഒരു അഭിനന്ദനം കൊടുക്കുകയാണ്. ബട്ട് മൈ സൺ ഈസ്
ഓൾവേസ് പ്ലേയിങ് മീൻസ് യു ഗോട്ട് ഇറിറ്റേറ്റഡ്. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങളുടെ നീരസന്ധി എപ്പം നോക്കിയാലും അവനൊരു കളിയാണ്. മൈ ഡോട്ടർ ഡാൻസസ് വെൽ. അവൾ നന്നായിട്ട് നൃത്തം ചെയ്യും കേട്ടോ. അതൊരു കോംപ്ലിമെൻ്റ് ആണ്. മൈ ഡോട്ടർ ഈസ് ഓൾവേസ് ഡാൻസിങ്. എപ്പം നോക്കിയാലും അവൾക്ക് വേറെ ഒരു വിചാരമില്ല, എപ്പം നോക്കിയാലും ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു കംപ്ലൈൻ്റ് ആണ്. പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ചിട്ട് ഇപ്പം സംഭവിക്കുന്ന കാര്യം പറയാം, ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്ന ഇതിൽ പറയാം, ഫ്യൂച്ചർ പ്ലാൻഡ് ഫ്യൂച്ചറിന് പറയാം, ഇറിറ്റേഷൻ വരുമ്പോഴും ഇത് ഉപയോഗിക്കും. ഇതാണ് ഇതിൻ്റെ 4 ഉപയോഗം. ഇനി നമുക്കിതിൻ്റെ കുറച്ച് ഡയലോഗുകളൊന്ന് പറഞ്ഞു നോക്കാം. വാട്ട് ആർ യു ഡൂയിങ് ദർ? വാട്ട് ആർ യു ഡൂയിങ് ദർ? നീ അവിടെ എന്തെടുക്കുകയാണ്? ഐ ആം അറേഞ്ചിങ് ദ ബുക്സ്. ഐ ആം അറേഞ്ചിങ് ദ ബുക്സ്. വാട്ട്സ് ദ മീനിങ്? ഐ ആം അറേഞ്ചിങ് ദ ബുക്സ്. ഞാൻ പുസ്തകമൊക്കെ ഇങ്ങനെ ഒതുക്കി വയ്ക്കുകയാണ്, അറേഞ്ച് ചെയ്യുകയാണ്. ആർ യു ഗോയിങ് ടു ദ ടൗൺ ടുഡേ? അല്ല, ഇന്ന് ടൗണിലേക്ക് മറ്റോ പോകുന്നുണ്ടോ? യെസ്. വൈ? പോകുന്നുണ്ട്. എന്താ? വൈ? ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിഷമമാവില്ലെങ്കിൽ, ബുദ്ധിമുട്ടാവില്ലെങ്കിൽ, പ്ലീസ് ബൈ മീ സം ഫ്രൂട്ട്. കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വരണം. ഇപ്പോൾ ചെറിയൊരു സംഭാഷണം. ഇതിൽ ആ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിച്ച് എങ്ങനെയാണെന്ന് നോക്ക്. അതുപോലെ മറ്റൊരു ഡയലോഗ്. ഇപ്പം നമ്മൾ അവിടെ നിന്ന് ഒരു ഒച്ച കേട്ട് ചോദിക്കുകയാണ്, ഹു ആർ ലാഫിങ് ദർ? ഹു ആർ ലാഫിങ് ദർ? ആരവിടെ വല്ല ചിരിച്ച് ബഹളം വയ്ക്കുകയാണ്? ഹു ആർ ലാഫിങ് ദർ? ഓ, ചിൽഡ്രൻ. ദേ ആർ ക്രാക്കിംഗ് ജോക്സ്. അത് മക്കളാണ്, കുട്ടികളാണ്. ദേ ആർ ക്രാക്കിംഗ് ജോക്സ്. അവരെന്തൊക്കെയോ തമാശ. ക്രാക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക എന്നാണ്. അപ്പം ദേ ആർ ടെല്ലിങ് ജോക്സ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇംഗ്ലീഷിൽ കുറച്ചുകൂടി നല്ലൊരു പ്രയോഗമാണ് ദേ ആർ ക്രാക്കിംഗ് ജോക്സ്. അവർ തമാശ പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. സുഹൃത്തിനോട് ചോദിക്കുകയാണ്, വെൻ ആർ യു ഗിവിങ് ദ ട്രീറ്റ്? വെൻ ആർ യു ഗിവിങ് ദ ട്രീറ്റ്? അല്ല, നീ എപ്പോഴാണ് ചിലവ് ചെയ്യുന്നത്? അപ്പം അവനെന്തോ ജോലി കിട്ടുകയോ എന്തോ ഒരു ലോട്ടറി അടിക്കുകയോ എന്തോ ചെയ്യുമ്പോൾ നമ്മൾ പറയുന്ന, അല്ല നീ എപ്പോഴാണ് ചിലവ് ചെയ്യുക? വെൻ ആർ യു ഗിവിങ് ദ ട്രീറ്റ്? ട്രീറ്റ്? വാട്ട് ട്രീറ്റ്? ട്രീറ്റോ? ചിലവോ? എന്ത് ചിലവ്? വാട്ട് ട്രീറ്റ്? എനിക്കങ്ങനെ അറിയില്ലല്ലോ. നത്തിങ് ഡൂയിങ്. യു മസ്റ്റ് ഗീവ് ദ ട്രീറ്റ്. നത്തിങ് ഡൂയിങ് ഇംഗ്ലീഷിലെ നല്ലൊരു പ്രയോഗമാണ്. നമ്മൾ മലയാളത്തിൽ പറയും, ഒരു രക്ഷയില്ല മോനെ, ഇത് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല, ചെയ്തേ പറ്റൂ എന്നാണ്. അതാണ് നത്തിങ് ഡൂയിങ്. നോ വേ എന്നും ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്. നോ വേ, അതല്ലാതെ വേറെ മാർഗമില്ല എന്നാണ്. സോ നത്തിങ് ഡൂയിങ് എപ്പോഴും പഠിച്ചു വെച്ചോളൂ. ഒരു രക്ഷയില്ല മോനെ. യു മസ്റ്റ് ഗീവ് ദ ട്രീറ്റ്. ചെയ്തേ പറ്റൂ. യു മസ്റ്റ് ഗീവ് ദ ട്രീറ്റ്. അപ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ പുതിയ പുതിയ പദങ്ങൾ പഠിക്കുന്നുണ്ട്, പ്രയോഗങ്ങൾ പഠിക്കുന്നുണ്ട്. റൈറ്റ് നൗ ഐ ആം ഡ്രൈവിങ്. റൈറ്റ് നൗ ഐ ആം ഡ്രൈവിങ്. ഇതാ ഇപ്പോഴേ ഞാൻ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ. ഐ വിൽ കോൾ യു ബാക്ക് ലേറ്റർ. ഞാൻ പിന്നെ തിരിച്ച് വിളിക്കാം കേട്ടോ. ഓക്കെ. ഐ ഹാവ് സംതിങ് അർജൻറ്റ് ടു ടെൽ യു. എനിക്ക് നിന്നോട് അത്യാവശ്യമായിട്ട് അടിയന്തരമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഐ ഹാവ് സംതിങ് ഏർജൻറ്റ് ടു ടെൽ യു. അപ്പോൾ ഇതും വേറൊരു ഡയലോഗാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മുടെ ഓരോ പാഠഭാഗത്തിൻ്റെയും കൂടെ എന്തെങ്കിലും നമ്മുടെ നിത്യജീവിതത്തിൽ വരുന്ന എന്തെങ്കിലും ഒരു പ്രയോഗം പഠിപ്പിക്കുന്നു. അപ്പോൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ നിത്യജീവിതത്തിൽ എപ്പോഴും പറയുന്നതാണ്. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് മടുത്തു, എൻ്റെ ഭർത്താവിനെ കൊണ്ട് മടുത്തു, ഭാര്യയെ കൊണ്ട് മടുത്തു, അല്ലെങ്കിൽ ചിലപ്പോൾ പറയും സാമ്പാർ കൂട്ടി മടുത്തു. ഇങ്ങനെയൊക്കെ മടുത്തു, അതായത് എനിക്ക് മതിയായി എന്നാണ്. അതിന് ഇംഗ്ലീഷിലൊരു പ്രയോഗമാണ് ബി ഫെഡ് അപ്പ് വിത്ത്. ഇത് ഒരുമിച്ച് വരുന്നതാണ്. ബി മീൻസ് ഈസാമാറിന് പകരമാണ് ബി ഇ ആണ്. ടു ടെൽ യു ദ ട്രൂത്ത്. ഇംഗ്ലീഷിൽ നല്ലൊരു പ്രയോഗമാണ്. നിന്നോട് സത്യം പറയുകയാണെങ്കിൽ, ടു ടെൽ യു ദ ട്രൂത്ത്. അത് അതിൻ്റെ കൂടെ ഒരുമിച്ച് പഠിക്കേണ്ടതാണത്. അല്ലെ ഗ്രാമർ ഇതൊന്നും നോക്കണ്ട. ടു ടെൽ യു ദ ട്രൂത്ത്, ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ ചിൽഡ്രൻ. ഞാൻ എൻ്റെ മക്കളെ കൊണ്ട് എപ്പോൾ നോക്കിയാലും പറഞ്ഞതൊന്നും അനുസരിക്കില്ല, മടുത്തു ഞാൻ. ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ ചിൽഡ്രൻ. ടു ടെൽ യു ദ ട്രൂത്ത്, ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ ഹസ്ബൻഡ്. അപ്പം ഭർത്താവിനോട് എപ്പോഴും കുടിച്ചു വരുന്ന ഭർത്താവിനെ കൂടി ഞാൻ മടുത്തു എന്ന് പറയുമ്പം ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ ഹസ്ബൻഡ്. ഇതുപോലെ തിരിച്ചുമാവാം. ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ വൈഫ്. എൻ്റെ ഭാര്യയെ കൊണ്ട് പറഞ്ഞതല്ല ചെയ്യുക, പറഞ്ഞതല്ല കേൾക്കുക, ഇങ്ങനെ വരുമ്പോൾ പറയുന്നതാണ് ഐ ആം ഫെഡ് അപ്പ് വിത്ത് മൈ വൈഫ്. ഇനി ദിവസം ഒരേ കറി, ഇന്നലെയും ഇന്നും നാളെയും ഒക്കെ വയ്ക്കാൻ പോകുന്ന ഒരു സാമ്പാറേ അവക്കറിയും. അപ്പോൾ എന്താ പറയുക? ഐ ആം ഫെഡ് അപ്പ് വിത്ത് ദിസ് സാമ്പാർ. ഈ സാമ്പാർ കൂട്ടി ഞാൻ മടുത്തു. ഐ ആം ഫെഡ് അപ്പ് വിത്ത്. അപ്പോൾ അതിൽ 2 പ്രയോഗം പഠിച്ചു. ടു ടെൽ യു ദ ട്രൂത്ത്, നിന്നോട്
സത്യം പറയുകയാണെങ്കിൽ, അത് നമുക്ക് എപ്പോഴും വേണ്ട. ഇതൊക്കെ നമ്മൾ എപ്പോഴും ഇതേപോലെ നിങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് പഠിക്കേണ്ടതാണ്. അതുപോലെ ഐ ആം ഫെഡ് അപ്പ് വിത്ത്, എനിക്ക് മടുത്തു. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ്. ലെറ്റ്സ് മീറ്റ് അഗെയിൻ വിത്ത് എ ന്യൂ ലെസൺ. Till then, goodbye.